കോർപ്പറേറ്റ് റെഗുലേഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫക്റ്റ് ഓഫ് അൾട്രാ വൈറസ് ആണ്. എന്താണ് അൾട്രാ വൈറസ് എന്താണെന്ന് പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ ഒരു കമ്പനിയുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് ബിയോണ്ട് ദ പവർ ഓഫ് ദ കമ്പനിയുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് ഒരു കമ്പനി പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ വൈറസ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഫക്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക. If a company enter into a transaction which are ultra virus, it will have the following effects. ഒരു കമ്പനി അൾട്രാ വൈറസ് ചെയ്യുകയാണെങ്കിൽ ചില ഇഫക്ട്സുകൾ ഉണ്ടാവും. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഇൻജങ്ഷൻ ആണ്. ഇത് when a company goes beyond the scope of the object clause, if any of its members can get an injunction from the court to restrain the company from undertaking the ultra virus act. അതായത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. അതായത് നമ്മൾ ഒരു അൾട്രാ വൈറസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി കോർട്ടിൽ നിന്ന് ഓർഡർ വന്നിട്ട് അത് തടയപ്പെടും ആണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ദി ഡയറക്ടേഴ്സ് എന്നാണ്. ഇഫ് ദ ട്രാൻസാക്ഷൻ ഈസ് അൾട്രാ വൈറസ്, ഫോർ ഇൻസ്റ്റൻസ് if the funds of the company are misapplied, the directors will be held personally liable. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഡയറക്ടർ എന്തിനെന്തെങ്കിലും ഫണ്ട് മിസ്യൂസ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്ലോസിൽ പറയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ പേഴ്സണലി ഉത്തരവാദിത്വം ഉണ്ടാകും ആ കാര്യത്തിന്. മൂന്നാമത് പറയുന്നത് അൾട്രാ വൈറസ് കോൺട്രാക്ട്സ് ആണ്. ദ കോൺട്രാക്ട് എൻറ്റേർഡ് into by a company which are ultra virus are void ab initio and unenforceable. അതായത് ഒരു അൾട്രാ വൈറസ് കോൺട്രാക്റ്റിൽ ഒരു കമ്പനി എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്തായി മാറും, ആ കോൺട്രാക്റ്റ് എന്തായി മാറും? വോയിഡ് കോൺട്രാക്റ്റ് ആണ്. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു അൾട്രാ വൈറസ് കോൺട്രാക്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉടനടി എന്തായി വോയിഡ് കോൺട്രാക്റ്റായി മാറും. പിന്നെ പറയുന്നത് പ്രോപ്പർട്ടി അക്വേർഡ് ultra virus. If a company acquire any property under an ultra virus transaction, it has been the right to hold the property and protect it against the damage of other parties. ഒരു അൾട്രാ വൈറസ് മുഖേനയാണ് ഒരു പ്രോപ്പർട്ടി കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് അതിൻ്റെ ഡാമേജ് അടക്കം വരെ എന്ത് ചെയ്യേണ്ടി വരും? റീപേ ചെയ്യേണ്ടി വരും. പിന്നീട് പറയുന്ന അൾട്രാ വൈറസ് ടോർട്സ് ആണ്. A company is not liable for the torts committed by its agent or employees in course of ultra virus transaction. അതായത് അൾട്രാ വൈറസ് ട്രാൻസാക്ഷൻ മുഖേന അയാളെ കമ്പനിയുടെ ഏജൻറ്റും എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്ക് ഒരു ബാധ്യതയും ഇല്ല. അതാണ് അൾട്രാ വൈറസ് ടോർട്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഏജൻറ്റിന് ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അവർ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ അധികാര പരിധി പറയും. അതിൻ്റെ അപ്പുറത്തേക്ക് ഏജൻറ്റ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അത് അൾട്രാ വൈറസ് ആയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കമ്പനി ഒരിക്കലും ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഇൻജങ്ഷൻ, ഒന്ന് പേഴ്സണൽ ലയബിലിറ്റി, ഒന്ന് അൾട്രാ വൈറസ് കോൺട്രാക്റ്റ് ആൻഡ് പ്രോപ്പർട്ടി അക്വേർഡ് അൾട്രാ വൈറസ് ആൻഡ് അൾട്രാ വൈറസ് ടോർട്സ്. ഇനി നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കമ്പനിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതെന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് എ സെക്കൻഡറി ഡോക്യുമെൻറ്റ് വിച്ച് മീൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ മെയ്ഡ് ബൈ ദി കമ്പനി ഫോർ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡേ ടു ഡേ മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനും ഡേ ടു ഡേ ഓപ്പറേഷനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡേ ടു ഡേ മാനേജിന് വേണ്ടിയിട്ട് ആ കമ്പനി രൂപീകരിക്കുന്ന, കമ്പനി ഫ്രെയിം ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദിസ് ആർട്ടിക്കിൾസ് കണ്ടെയ്ൻ ദ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, പവേഴ്സ്, ഡ്യൂട്ടീസ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടും ഓഡിറ്റിങ്ങിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് എന്തിൽ വിവരം പറഞ്ഞിട്ടുണ്ടായിരിക്കും? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ പറയുന്നത് every company must have its own articles. However, a public company limited by shares can adopt the table A instead of articles of association. അതായത് ചില പബ്ലിക് കമ്പനികൾക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവില്ല, അതിന് പകരം എന്തായിരിക്കും ഉണ്ടാവുക? ടേബിൾ എ ആണ് ഉണ്ടാവുക. And it comprises of all necessary details regarding the internal affair and management of the company. ഈ ഒരു വേർഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത്
എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ഇന്റേണൽ അഫെയർ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ പേഴ്സൺ ഇൻസൈഡ് ദ കമ്പനി ദാറ്റ് ഈസ് മെമ്പേഴ്സ്, എംപ്ലോയീസ്, ഡയറക്ടേഴ്സ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആയിരിക്കാം, കമ്പനിയുടെ മെമ്പർ ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, ഡയറക്ടേഴ്സ് ആയിരിക്കാം. ദ ഗവേണൻസ് ഓഫ് ദ കമ്പനി ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദ റൂൾസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഭരണം, ഒരു കമ്പനിയുടെ ഭരണം നടക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിരിക്കും. പിന്നീട് പറയുന്നത് കമ്പനി ക്യാൻ ഫ്രെയിം ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആസ് പെർ ദ റിക്വയർമെന്റ് ആൻഡ് ചോയ്സ്. കമ്പനിയുടെ ആവശ്യത്തിനും അവരുടെ ഇഷ്ടത്തിനും പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫോം ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് പെർ ദ സെക്ഷൻ 2 subsection 5 of the Companies Act 2013, article means the articles of association of a company as originally framed or as altered from time to time or applied in the pursuance of any previous company law of this act. അതായത് articles of association is keep on changing as per the requirement of the company. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ച ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വേണ്ടിയിട്ട് കമ്പനി രൂപീകരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇപ്പം നിങ്ങളെ മനസ്സിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മുടെ ഡിഫറൻസ് എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ടതാണ്. ഏതായാലും ഒരു കമ്പനിയുടെ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്ത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഭരണഘടനയാണ്, അതിൻ്റെ എന്താ പറയുക, അതിന് പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് കമ്പനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്സൈഡർ ആണെങ്കിലും ഔട്ട്സൈഡ് ആയിട്ടും ഇൻസൈഡ് ആയിട്ടും. പക്ഷേ മെമ്മോറണ്ടം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻസൈഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ചിലപ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. സെക്ഷൻ 14 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 lays down that the subject to the provisions of the act and to the condition contained in its memorandum, a company may by a special resolution alter its articles. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ കണ്ടന്റ് മാറ്റാൻ പറ്റും ആർട്ടിക്കിൾസിന്റെ. നോക്കാം, എവറി ആൾട്രേഷൻ ഓഫ് ദ ആർട്ടിക്കിൾസ് ഷാൽ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ടുഗദർ വിത്ത് എ പ്രിന്റഡ് കോപ്പി ഓഫ് ആൾട്ടേർഡ് ആർട്ടിക്കിൾസ് within the period of 15 days as per the section 14 subsection 2. അതായത് every alteration of article shall be filed with the registrar. രജിസ്ട്രാർ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യണം ആൾട്ടർ ചെയ്തിട്ടുള്ള എന്ത് ആർട്ടിക്കിൾസ്. ആൻഡ് ആർട്ടിക്കിൾ വിത്തിൻ പീരീഡ് ഓഫ് 15 days. അത് നമ്മൾ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് അത് സബ്മിറ്റ് കൊടുക്കണം. എനി ആൾട്ടറേഷൻ ഓഫ് ദ ആർട്ടിക്കിൾസ് ഓർ രജിസ്റ്റേർഡ് ആൻഡ് ഷാൽ ബി വാലിഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഒറിജിനലി ഇൻ ദ ആർട്ടിക്കിൾസ്. എ കമ്പനി മേ ആൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എബവ് പ്രൊവിഷൻസ് ഇൻ എനി മാനേഴ്സ് മെൻഷൻഡ് ബിലോ. ബൈ അഡോപ്ഷൻ ഓഫ് ന്യൂ സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ്, പുതിയ സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ചെയ്യാം. ബൈ അഡീഷൻ ഓർ ഇൻസേർട്ട് ഓഫ് ന്യൂ ആർട്ടിക്കിൾസ്, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഡിലീഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾസ്, നിലവിലുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അമെൻമെന്റ് ഓഫ് എ സ്പെസിഫിക് ആർട്ടിക്കിൾസ്, പുതിയത് നമ്മൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്പെസിഫിക് ആർട്ടിക്കിൾസ്, നിലവിലുള്ളതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിന് പകരമായിട്ട് വേറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ അൾട്രാ വൈറസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന ഇഫക്റ്റും പഠിച്ചു. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഇന്റേണൽ അഫെയർ ആൻഡ് ഇന്റേണൽ മാനേജ്മെന്റ് ആണ്. അത് ആൾട്ടർ ചെയ്യുക, ആൾട്ടർ ചെയ്യുന്നെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ വിളിക്കുകയും നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കോപ്പി 15 ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ രജിസ്ട്രാർ എടുത്ത് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, ഫയൽ ചെയ്യണം. ഞാൻ മുമ്പ് ഫില്ല് എന്നിട്ട് അഥവാ പറഞ്ഞിട്ടുണ്ട്, സോറി, ഇറ്റ്സ് എ ഫയൽഡ് ആണ്. ഓക്കെ, അപ്പോൾ എനിവേ ഈ ക്ലാസ് 2 വട്ടം കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യുക നോട്ട് അടക്കം. നോട്ട് പ്രിപ്പയർ ചെയ്യാത്ത പല ആളുകളുണ്ട്, അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ക്ലാസ് തുറന്നാൽ ഞാൻ അതൊക്കെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് നോട്ട് നിങ്ങൾ ഓരോ ദിവസം പ്രിപ്പയർ ആകാതെ നിങ്ങൾക്കുള്ള ഭാരമാണ് കൂടുന്നത്. ഓക്കെ, താങ്ക് യു.